ഇസ്രായേൽ ജനം സ്വന്തം നാട്ടിലേക്ക് വരാൻ കയറിയ എക്സോഡസ് 1947 എന്ന കപ്പൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം മനുഷ്യ ചരിത്രത്തിൽ യാഥാർത്ഥ്യമാകുന്ന നിമിഷങ്ങൾ അവരെണ്ണി. ആ ജൂലൈ 18 ആ കപ്പൽ പാലസ്തീനിലേക്ക് അടുത്തു. എന്നാൽ ഹോളോകോസ്റ്റും രണ്ടാം ലോക മഹായുദ്ധവും അതിജീവിച്ച ആ കപ്പലിലുള്ളവരെ കാത്തിരുന്നത് തിരസ്കരണത്തിൻ്റെ വെടിയൊച്ചകളായിരുന്നു. എക്സോഡസ് കപ്പലിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അത് അവസാനമായിരുന്നില്ല. ആ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു. ചരിത്രം സാക്ഷിയായ ഏറ്റവും വലിയ ക്രൂരതയുടെ നിഴലിലായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി. ഹിറ്റ്ലറുടെ നാസിപ്പട 6 ദശലക്ഷം ജൂതന്മാരെയാണ് ഗ്യാസ് ചേംബറുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഇല്ലാതാക്കിയത്. സർവ്വതും നഷ്ടപ്പെട്ട് സ്വന്തം ചോരയും കണ്ണുനീരും വീണ മണ്ണിൽ നിന്നും ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് അവർ ഒരിടത്തേക്ക് നോക്കി, തങ്ങളുടെ പൂർവികരുടെ മണ്ണിലേക്ക്. ഏത് വിധേനയും അവിടെ എത്തണം. 1947 ജൂലൈ 11 ഫ്രാൻസിലെ തുറമുഖത്തു നിന്നും 4515 ജൂത അഭയാർത്ഥികളുമായി ആ കപ്പൽ യാത്ര തിരിച്ചു. അവരെല്ലാവരും രണ്ടാം ലോക മഹായുദ്ധത്തെ അതിജീവിച്ചവരായിരുന്നു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, അങ്ങനെ അവർക്കൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു: ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പാലസ്തീൻ എന്ന തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരണം. സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് AD 70 റോമൻ സൈന്യം ജെറുസലേം തകർത്തതോടെ അവർ ലോകമെമ്പാടും ചിതറിപ്പോകുവാനായിരുന്നു വിധി. കയറി ചെല്ലുന്ന നാടുകളിലെല്ലാം അവർ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. അതിൻ്റെ ഏറ്റവും ക്രൂരമായ അധ്യായമായിരുന്നു ഹിറ്റ്ലർ ഒരുക്കിയ ഹോളോകോസ്റ്റ്. എന്നാൽ ഈ മഹാദുരന്തങ്ങൾക്കിടയിലും അവരുടെ ഉള്ളിൽ ഒരു തീക്കനൽ പര്യവശേഷിച്ചിരുന്നു. മടങ്ങി വരവിൻ്റെ തീക്കനൽ. ജൂതന്മാരുടെ ഈ മടങ്ങി വരവ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിക്കപ്പെട്ടിരുന്നതാണ്. മോശയുടെ നേതൃത്വത്തിലെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത രക്ഷപ്പെട്ടതിനെ പുറപ്പാട് അല്ല എങ്കിൽ എക്സോഡസ് എന്ന് വിളിക്കപ്പെടുന്നതെങ്കിൽ ഈ മടങ്ങി വരവും പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ടിരുന്നു. പലസ്തീനിലേക്ക് ജൂതന്മാർ വരുന്നത് തടയാൻ ബ്രിട്ടീഷ് സർക്കാർ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പലസ്തീൻ തീരത്തിന് തൊട്ടടുത്ത് വെച്ച് ബ്രിട്ടീഷ് റോയൽ നേവി ഈ അഭയാർത്ഥി കപ്പലിനെ വളയുകയും കപ്പൽ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആയുധങ്ങളില്ലാത്ത ആ മനുഷ്യർ തങ്ങളുടെ പ്രത്യാശ കൈവിടാൻ തയ്യാറായി. കയ്യിൽ കിട്ടിയ ഉരുളക്കിഴങ്ങുകളും ടിന്നുകളും കൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയെ ചെറുത്തു. പോരാട്ടത്തിനൊടുവിൽ കപ്പൽ പിടിച്ചെടുക്കപ്പെട്ടു. കപ്പലിലെ കമാൻഡർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിലെ ഏറ്റവും വലിയ ക്രൂരത എന്നത് ഹിറ്റ്ലറുടെ ക്യാമ്പുകളിൽ നിന്നും രക്ഷപ്പെട്ട ആ മനുഷ്യരെ ബ്രിട്ടീഷുകാർ തിരികെ ജർമ്മനിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തന്നെ അയച്ചു എന്നതാണ്. ലോകമനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ അത് നടുക്കിക്കളഞ്ഞു. എക്സോഡസ് കപ്പലിന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ യാത്ര പരാജയപ്പെട്ടില്ല. ബ്രിട്ടന്റെ നിലപാടിനെതിരെ ലോകമെമ്പാടും വൻ പ്രതിഷേധമുയരുകയും ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിൽ ശക്തമാവുകയും ചെയ്തു. ഒടുവിൽ എക്സോഡസ് യാത്ര തിരിച്ച കൃത്യം 10 മാസങ്ങൾക്ക് ശേഷം 1948 മെയ് 14 ജൂതന്മാരുടെ ചിരകാല സ്വപ്നമായിരുന്ന ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാജ്യം ജന്മമെടുത്തു. പരിശുദ്ധ ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായും ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെ പ്രതീകമായും എക്സോഡസ് 1947 എന്ന യാനപാത്രം ഇന്നും ജൂതൻ്റെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നു. വിദ്വേഷത്തിൻ്റെ ഗ്യാസ് ചേംബറുകൾക്കും ക്രൂരതയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കും കടലിലെ യുദ്ധക്കപ്പലുകൾക്കും ഒരു ജനതയുടെ പ്രത്യാശയെ തല്ലിക്കെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന വലിയ വിളംബരമാണ് ഈ കപ്പൽ യാത്ര ലോകത്തോട് പറഞ്ഞത്. അതെ, അവർ പ്രത്യാശയോടെ യാത്ര തിരിച്ചു. പ്രവചിക്കപ്പെട്ടതുപോലെ അവർ വാഗ്ദത്ത ഭൂമിയിലുമെത്തി.